അങ്ങനെ അപ്പുവിനൊരു സംശയം തോന്നിയതിൽ കുറ്റം പറയാൻ പറ്റും മമ്മി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയങ്ങളുടെ ആറ്റിറ്റ്യൂഡും ട്രാക്ക് റെക്കോർഡും ഒക്കെ കുഴപ്പം തന്നെയാണ്. അങ്ങനൊരു നിലപാട് അപ്പു എടുക്കുന്നതിൽ നീ പറഞ്ഞതുപോലെ പല കാരണങ്ങളുണ്ട്. അപ്പുവിനെ പോലെ ബുദ്ധിയുള്ള ഒരാൾക്ക് അതൊക്കെ എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ജോബിൻ, വിജയ് ഇത്ര ശക്തിയായി എതിർക്കുമ്പോഴും ഒരു ചെറിയ ശതമാനമെങ്കിലും അപ്പു അച്ഛനെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, മമ്മി എന്തടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കുന്നത്? എനിക്കങ്ങനെ തോന്നാൻ മാളു പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ബേസായിട്ട്. പക്ഷേ അതിലൊരു കൊളുത്തുണ്ട് താനും. കൊളുത്തോ? മമ്മി തെളിച്ചു പറ. എന്റെ ഒരു തോന്നലാ. ചിലപ്പോ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാലും പറയ നോക്കട്ടെ. മാളുവും നന്ദനും കൂടി അപ്പുവിനെ കാണാൻ പോയപ്പോഴും അപ്പു പൂനെയിലേക്ക് പോകുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കായിരുന്നില്ലേ? അപ്പ പോലും അതിനെക്കുറിച്ച് ഒരു റീതിങ്കിങ് നടത്താൻ തയ്യാറാകാതിരുന്ന അപ്പു പിന്നെന്തിന് വിജയുടെ വിസിറ്റിന് തൊട്ടു പിന്നാലെ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായത്? വിജയെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാനല്ലേ നോക്കൂ. പക്ഷെ അപ്പു ചെയ്തതോ? എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്ന ഒരു യാത്ര, അതും അപ്പുവിനെ സംബന്ധിച്ച് അത്രയ്ക്ക് അത്യാവശ്യമുള്ളൊരു യാത്ര മാറ്റിവെക്കാൻ അപ്പു എന്തുകൊണ്ട് തയ്യാറായി? അതാണ് എന്റെ ചോദ്യം. ശരിയാണല്ലോ, ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. ഞാൻ മാത്രമല്ല, മാളു. അങ്ങനെയാണെങ്കിൽ വിജയങ്ങളിനോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ അപ്പുവിനുണ്ടെന്ന് തോന്നുന്നു, അല്ലേ മമ്മി? അത് എത്രയൊക്കെ ആയാലും ഉണ്ടാവുമല്ലോ ജോബിൻ. വിജയെ എത്രയൊക്കെ വെറുക്കാൻ തോന്നിയാലും തന്നെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരച്ഛനെയും ആ കാലത്തിനെയും അപ്പുവിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. പൂനെയിലേക്കുള്ള യാത്ര അപ്പു മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം വിജയോടുള്ള ആ അറ്റാച്ച്മെന്റ് തന്നെയാവും. അങ്ങനൊരു മനസ്സ് ഇപ്പോഴും അപ്പു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പുവിന്റെ കംബാക്ക് കുറച്ചുകൂടി ഈസി ആവും. മാളു വിളിക്കുമ്പോ ഇനി ഈ ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, എന്താ മാളുവിന്റെ ഉദ്ദേശം? അവൾ ഇനി എന്നാ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വല്ലതും പറഞ്ഞോ? ഞാനൊന്ന് നിർബന്ധിച്ച മാളു നാളെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരും മമ്മി. പക്ഷെ അപ്പുവിന്റെ കാര്യത്തില് അവൾ അത്രയ്ക്ക് കൺസേൺ ആയതുകൊണ്ടല്ലേ ഞാൻ അധികം ഫോഴ്സ് ചെയ്യാത്തത്. മമ്മിക്ക് അവള് വരാത്തതിൽ സങ്കടമുണ്ടോ? സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാ പിന്നെ വിഷമമില്ലാതിരിക്കോ? എന്നാലും അവള് നിന്നോട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നിർബന്ധിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത് മതി മമ്മി. മാളുവിന് വരാൻ തോന്നുമ്പോ വരട്ടെ. വന്നാലും എന്നോടായാലും അമ്മയോടായാലും അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് സങ്കടം പറയാനേ നേരം ഉണ്ടാവും. കേൾക്കുമ്പോ നമുക്കതൊരു സങ്കടമാവും. ഇപ്പൊ അവൾക്ക് മുന്നിൽ ഇങ്ങനൊരു വിഷയം ഉള്ളതുകൊണ്ട് സ്വന്തം കാര്യം കുറച്ചൊക്കെ മറക്കാൻ ബോധപൂർവമായൊരു ശ്രമം മാളുവിലുണ്ടാവും. അത് നല്ലതാ മമ്മി. എനിക്ക് വിജയെ ഒന്ന് പോയി കണ്ടാ കൊള്ളാവുന്നുണ്ട് ജോബിൻ. ഒന്നുമില്ലെങ്കിലും അയാളുടെ മനസ്സ് എന്താണെന്നെങ്കിലും ഒരു രൂപം കിട്ടുമല്ലോ. വരട്ടെ മമ്മി. എന്തായാലും നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? അങ്കിളിന്റെ അപ്പൂന്റെയും ഫ്യൂച്ചർ മൂവ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് മതി രണ്ടാളെയും കാണാൻ പോകുന്നത്. ഗീത, ഗീത, എന്താ എന്താ വിളിച്ചത്? ഞാൻ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കായിരുന്നു. 2 മാസം മുമ്പ് തൻ്റെ പേരിലുള്ള FD വിഡ്രോ ചെയ്തിരിക്കുന്നതിന് കണ്ടു. എന്താ അങ്ങനെ? അത് ഞാൻ അപ്പുവിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തായിരുന്നു അപ്പൂന് അത്രയും കാശിന്റെ ആവശ്യം? അപ്പൂന് അത്രയും കാശിന്റെ എന്തായിരുന്നു ആവശ്യം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇൻട്രസ്റ്റ് അടക്കം അതൊരു 5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമായിരുന്നു അല്ലേ? വിഡ്രോ ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട്
എൻ്റെ പാസ്ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. യെസ്, ഞാനത് കണ്ടു. അതുകൊണ്ടാ ചോദിച്ചത്. കാര്യം തൻ്റെ അക്കൗണ്ടിൽ കിടന്ന കാശാണെങ്കിലും അത് എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചതെന്ന് ഞാനും കൂടി അറിയണ്ടേ? അതോ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയോ? അതുകൊണ്ടല്ല, ആ സമയത്ത് VP ഹോസ്പിറ്റലിലായിരുന്നു. സോ വാട്ട്? ഹോസ്പിറ്റലായിരുന്നാൽ ഞാൻ അറിയാൻ പാടില്ല എന്നുണ്ടോ? ആ സമയത്ത് VPക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത സ്റ്റേജ് ആയിരുന്നു. ഓ, അപ്പൊ ഞാൻ മാനസിക രോഗിയായിരുന്നല്ലോ. പോരാത്തതിന് ഹാർട്ട് പ്രോബ്ലവും. അത് കഴിഞ്ഞ് വന്നപ്പോൾ മറവി രോഗവും. അല്ല, അങ്ങനെ എല്ലാം കൊണ്ടും പറ്റിയ സമയമായിരുന്നു അല്ലേ? ഇതുപോലുള്ള സമയം പിന്നെ ഒത്തുവന്നില്ലെങ്കിലോ എന്ന് കരുതിയാവും കൃത്യമായും ആ സമയം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത്. കൊള്ളാം, നല്ല ബുദ്ധി. VP എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? 10-15 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പേരിൽ ഇത്രയും തുക ബാങ്കിൽ FD ആയിട്ടിട്ടത് മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ കൊണ്ടാ. അത് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തോന്നിയ പോലെ കൈകാര്യം ചെയ്താ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അത് പോട്ടെ, അതെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എടുത്താണെന്നിരിക്കട്ടെ. ആ വിവരം ഇത്രയും ദിവസമായിട്ട് തനിക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? ഇപ്പൊ എനിക്ക് ഭ്രാന്തും മറവിയൊന്നും ഇല്ലല്ലോ. എന്നിട്ടും അതെന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? VPയോട് എപ്പോഴോ ഞാൻ സൂചിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. നോ, എന്നോട് ഇതിനെപ്പറ്റി ഒരക്ഷരം താൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പാ. എങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതുപോലുള്ള വിഷയങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള മൂഡിലായിരുന്നില്ലല്ലോ നമ്മള്. ഉത്തരം മുട്ടുമ്പോൾ ഇതുപോലുള്ള മുട്ടാപ്പോക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗീത. നാളെ ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എൻ്റെ ഭാര്യയും മകളും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്ന ഗതികേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചില സമ്പാദ്യങ്ങൾ ബാങ്കിൽ കരുതിയിരിക്കുന്നത്. ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടം വരെ സ്ട്രഗിൾ ചെയ്യാതെ സർവൈവ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ തന്നിഷ്ടം പോലെ ചെലവാക്കിയിട്ട് ഇനി എങ്ങനെ ജീവിക്കാനാ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പേരിലുള്ള സേവിങ്സ് കണ്ടിട്ടാണെങ്കിൽ അതിന് വേറെ ആവശ്യങ്ങളില്ലേ? അതാണോ കാര്യം? VP പേടിക്കണ്ട. VPയുടെ സേവിങ്സിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ ചോദിക്കില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന് മറ്റൊരർത്ഥം കൊടുക്കണ്ട. എൻ്റെ ചോദ്യം തുടർന്ന് എങ്ങനെ ജീവിക്കുന്ന? പണം കുഴിച്ചിട്ടാൽ കിളിച്ചു വരുന്നില്ലല്ലോ. എൻ്റെ അറിവിൽ തനിക്ക് മറ്റ് വരുമാന മാർഗമില്ല. ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനൊരു ആശങ്ക എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടെന്ന് അറിയാതെയായിരുന്നു. ഇനി ആ തെറ്റ് ആവർത്തിക്കാതെ നോക്കാം. പിന്നെ ഞാനെങ്ങനെ ജീവിക്കുന്നോർത്ത് VP ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഞാൻ വിചാരിച്ചാലും ഉണ്ടാവും. തീരെ ഗതിയില്ലാതാവുമെങ്കിൽ സർക്കാരിൻ്റെ ശരണാലയങ്ങളുണ്ടല്ലോ. VPക്ക് എന്തായാലും ഒരു ഭാരമാവില്ല. എന്നാലും ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിക്കില്ല. അത് തെറ്റാണെന്ന് എനിക്ക് കൂടെ ബോധ്യപ്പെട്ട് അംഗീകരിച്ചാൽ പോരെ? എൻ്റെ പേരിലുണ്ടായിരുന്ന FD ഞാൻ പ്രസവിച്ച കുഞ്ഞിന് ആവശ്യം വന്നപ്പോൾ കൊടുത്തു. അമ്മയെന്ന നിലയിൽ അതെൻ്റെ കടമയും ഉത്തരവാദിത്വമാണ്. അതൊരു തെറ്റാണെന്ന് അന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. പിന്നെ VPയോട് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, ശരിയാണ്. പക്ഷേ അതിനും എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. അത് VPക്ക് വിശ്വസിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം. ഒരു കാര്യത്തിൽ VPക്ക് ഞാൻ ഉറപ്പ് തരാം. VPക്ക് എന്തായാലും ഞാനൊരു ഭാരമാവില്ല, ഒരു തരത്തിലും. വിജയ്, വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, അധികമായിട്ടില്ല. ഡേയ്സി എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ. വിജയെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, പിന്നെ അല്പം സംസാരിക്കാനും ഉണ്ട്. ഓ, ഡേയ്സിക്ക് എന്നോട് സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അതിന്റെ മുന്നൊരുക്കമാണല്ലോ ഈ പ്രാർത്ഥനയൊക്കെ. അങ്ങനെയൊന്നുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുള്ള കാര്യം വിജയ്ക്ക് അറിയാലോ. പിന്നെ വിജയ് പറഞ്ഞ ഒരു കാര്യം ശരിയാ. മനസ്സിന് വല്ലാത്ത കോംപ്ലിക്കേഷനും കൺഫ്യൂഷനും ഒക്കെ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു മനോബലത്തിനു വേണ്ടി
ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാറുണ്ട്. ഡെയ്സിക്ക് എന്താ എന്നോട് പറയാറുള്ളത്? അപ്പുവിന്റെ കാര്യം തന്നെയാ. ഞാൻ അപ്പുവിനെ വിളിച്ചിട്ടോ കണ്ടിട്ടോ കുറച്ചു കാലമായി. മാളു പറഞ്ഞുള്ള വിവരങ്ങളെ ഇപ്പൊ എനിക്ക് അപ്പുവിനെ കുറിച്ചുള്ളൂ. അപ്പൊ ഇപ്പൊ മറ്റൊരു സ്ഥലത്താണ്. എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവിടെ സഹായത്തിന് അമ്പിമാമനുണ്ട്. വെറും ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല അപ്പുവിന്റെ ഈ മാറിത്താമസത്തിന് പിന്നിലെന്ന് എനിക്കറിയാം. ചിലപ്പോ അതിന്റെ കാര്യവും കാരണമൊന്നും വിജയ്ക്ക് അത്ര ഓർമ്മയുണ്ടാവില്ല, അല്ലേ? എനിക്ക് തന്നോട് സംസാരിക്കാനുള്ളത് അതിനെക്കുറിച്ചൊന്നുമല്ല, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാ. ആദ്യം ഞാൻ കരുതിയത് ജോബിനെയും കൂട്ടി ഇയാളെ കാണാൻ അങ്ങോട്ട് വരാന്ന. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഗീതയുടെയും ജോബിന്റെയും പ്രസൻസിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോ ലിമിറ്റേഷൻസ് ഉണ്ടായെങ്കിലോ. ഇവിടെയാകുമ്പോ നമുക്ക് പണ്ടത്തെ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. വിജയ്ക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാം. എനിക്കും. വിജയുടെ പുതിയ തീരുമാനത്തെക്കുറിച്ച് മാളുവാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അത് ശരിയാണോന്ന് അന്വേഷിച്ച് ഞാൻ ഗീതയെ വിളിച്ചിരുന്നു. അപ്പോൾ ഗീതയും അത് ശരിവെച്ചു. അതുകൊണ്ടാ തന്നോട് ഈ കാര്യം നേരിട്ട് സംസാരിക്കാന്ന് വെച്ചത്. ഒരു ക്ലാരിറ്റി കിട്ടേണ്ടത് വിജയിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൂനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതിനെ പറ്റിയാവും ഡെയ്സിക്ക് അറിയേണ്ടത്. ആ ശ്രമത്തെക്കുറിച്ച് മാത്രമല്ല, അതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും. പറയൂ വിജയ്, അപ്പുവിനെ അപ്പുവിന്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാമെന്നും അപ്പുവിനെ ഒരു ഉപാധികളും ഇല്ലാതെ സ്വീകരിക്കാനും സ്നേഹിക്കാനും വിജയ് തയ്യാറാണെന്ന് പറഞ്ഞത് ശരിക്കും സിൻസിയറായിട്ട് തന്നെയാണോ? ആദ്യം എനിക്ക് അതേപ്പറ്റി അറിയേണ്ടത്. ഡെയ്സിക്ക് എന്നിൽ നിന്ന് അറിയേണ്ടത് ഇത് തന്നെയാവുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. എന്ന് കരുതി അതിനൊരു ആൻസർ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഡെയ്സി പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് തൻ്റെ മുന്നിൽ വ്യക്തമാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡെയ്സി, ഈ ചോദ്യം താൻ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഗീതയും മാളുമൊക്കെ പല പ്രാവശ്യം എന്നോട് ചോദിച്ചതാ. പക്ഷെ അവരെക്കാൾ കൂടുതൽ തവണ ഈ ചോദ്യം ചോദിച്ചത് ഞാൻ എന്നോട് തന്നെയാ. ഒരു പെൺകുട്ടിയുടെ അച്ഛനായിട്ടും ഒരു ആൺകുട്ടിയുടെ അച്ഛനായിട്ടും സ്വയം മാറി മാറി ചോദിച്ചു. പിന്നീട് അപമാനിതനായ അഭിമാനക്ഷതമേറ്റ ഒരു ഗൃഹനാഥനായി സ്വയം സങ്കല്പിച്ച് ചോദിച്ചു. ഇടുങ്ങിയ മനസ്സുള്ള ഒരു കൺവെൻഷണൽ മനുഷ്യനായും ലോകത്തെ കുറെ കൂടി വിശാലമായി കാണാൻ ശ്രമിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനായും, അങ്ങനെ പല പല വേഷങ്ങളിൽ പല പല സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്ത് ഒരു ഹെയർലൈൻ അനാലിസിസ് പോലും നടത്തി. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കിപ്പോഴത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതൊരു സത്യമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാനതൊക്കെ റീതിങ്ക് ചെയ്തും റീവർക്ക് ചെയ്തും മനസ്സിൽ നിന്ന് ആ പഴഞ്ചൻ യാഥാസ്ഥികനായ അച്ഛനെ പിഴുതെറിയാൻ നോക്കുക ഡെയ്സി. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പ്രാപ്തനായതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. എല്ലാ കാഴ്ചപ്പാടുകളുടെയും എല്ലാ തീരുമാനങ്ങളുടെയും മുകളിലാണ് എനിക്ക് അപ്പു എന്ന തിരിച്ചറിവ്. എൻ്റെ രക്തം, എൻ്റെ തുടർച്ച. അതെ, അത് തന്നെയാ. അത് മാത്രമാണ് വിജയ് ആലോചിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും അപ്പു വിജയുടെ ചോരയാ. ഡെയ്സി, ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ചോദിക്കുന്ന കേട്ടോ. എന്താണെങ്കിലും വിജയ്ക്ക് എന്നോട് ചോദിക്കാമല്ലോ. അതിനൊരു മുഖവുരയോ വിശദീകരണമോ വേണ്ട. യെസ്, ആ സ്വാതന്ത്ര്യം വെച്ച് ചോദിക്കുക. അപ്പുവിൻ്റെ അവസ്ഥ ജോബിനായിരുന്നെങ്കിൽ ഡെയ്സിക്ക് അത് മാനസികമായി ഉൾക്കൊള്ളാനാവുമായിരുന്നു. എന്റെ ചോദ്യം ക്ലിയർ ആയില്ലേ ഡെയ്സിക്ക്? മനസ്സിലായി വിജയ്. ഞാനും അതേപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. വിജയെ പോലെ എനിക്കും അതൊന്നും മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ലാതെ വന്നാൽ ഇപ്പോ വിജയ് പാകപ്പെടുത്തിയിരിക്കുന്നത് പോലെ
ഞാനും എന്റെ മനസ്സിനെ പാകപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഒരമ്മ എന്ന നിലയിൽ ജോബിനെ മാറ്റിയെടുക്കാൻ ഡെയ്സിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം താൻ ചെയ്യും. Am I right? അല്ല ഡെയ്സി? ശ്രമിച്ചൂന്നിരിക്കും. എനിക്കും അങ്ങനെ ഒന്ന് ശ്രമിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് ചാൻസ്. പക്ഷേ വിജയ്, തനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. ശ്രമിക്കാവുന്നതിന്റെ മാക്സിമം വിജയ് ശ്രമിച്ചു കഴിഞ്ഞു. വിജയ് മാത്രമല്ല, ഗീതയും. ഡെയ്സി പറഞ്ഞത് ശരിയാണ്. അതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇനി ഓർമ്മയോടുകൂടി ഒരു ചാൻസ് എങ്കിലും ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ ട്രൈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഞാൻ വെറുതെ ചോദിച്ചെന്നല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാറ്റിലും വലുത് എൻ്റെ അപ്പു തന്നെയാണ്. പോട്ടെ ഡെയ്സി. അല്ല, ഞാൻ ഡെയ്സിയെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വിജയ്, ഞാൻ പൊയ്ക്കോളാം. ശരി.